കോക്രോച്ച് സമരത്തിൽ നിന്ന് പൊതുസമൂഹം സ്വീകരിക്കേണ്ട പാഠങ്ങൾ എന്ന വിഷയത്തിൽ കേരള സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ അവലോകന യോഗം ചേർന്നു. കോക്രോച്ച് സമരത്തിൽ നിന്ന് പൊതുസമൂഹം സ്വീകരിക്കേണ്ട പാഠങ്ങൾ എന്ന വിഷയത്തിൽ കേരള സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ ഹാരിഷ് അബു അധ്യക്ഷത വഹിച്ചു. CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യ വളരെ 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 അപകടകരമായ ഒരു വ്യവസ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ 47-ൽ സ്വാതന്ത്ര്യം നേടി. ഏതാണ്ട് 200 വർഷത്തെ പോരാട്ടമാണ്. ശരിക്കും 200 അതിൽ കൂടുതലുണ്ടെങ്കിൽ പോലും 200 വർഷം തുടർച്ചയായി നടത്തിയ പോരാട്ടമാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് മോചനം കിട്ടിയത്, സ്വാതന്ത്ര്യം കിട്ടിയത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം സച്ചിദാനന്ദൻ എഴുതിയ ഒരു വളരെ പ്രസിദ്ധമായ കവിത. ആ കവിതയുടെ പേരിതാണ് എന്താണ് സ്വാതന്ത്ര്യം എന്നാണ്. ഞാൻ ഈ കവിത ചൊല്ലാൻ പോകുന്നില്ല. എന്താണ് സ്വാതന്ത്ര്യം, അതാണ് പ്രശ്നം എന്നാണ് ആ കവിതയുടെ ഹെഡിങ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാന വാചകം, ഒരു മാതാജിക്ക് പൂട്ടിയിടാനും ഒരു പിതാജിക്ക് തുറന്നു കൊടുക്കാനും കഴിയുന്ന ഒരു പീഡികയല്ല സ്വാതന്ത്ര്യം എന്നാണ്. അടിയന്തരാവസ്ഥ ഓർക്കുന്ന ആളുകൾക്കറിയാം, സ്വാതന്ത്ര്യം പൂട്ടിയിട്ടത് ഒരു മാതാജിയാണ്, അത് തുറന്നു കൊടുത്തത് മറ്റൊരു പിതാജിയാണ്. എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞൊരു കാര്യം, ഒരു മാതാജിക്ക് പൂട്ടിയിടാനും ഒരു പിതാജിക്ക് തുറന്നു കൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഇന്ത്യ സമരം ചെയ്തത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആരെങ്കിലും ആളുകൾ, കുറച്ച് ആളുകൾക്ക് ഈ വ്യവസ്ഥയിൽ ഇടപെടുകയും ഇന്ത്യ സ്വതന്ത്രമായതിന്റെ നേട്ടങ്ങൾ സാധാരണ മനുഷ്യർക്ക് കൊടുക്കുകയോ വേണ്ടയോ എന്നത് അവരുടെ തീരുമാനമാവുകയും ചെയ്താൽ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ല. വേറെ ആരുടെയെങ്കിലും സൗജന്യമാണ് സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിൽ വരുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം അയാൾ ഉൾപ്പെട്ട വേൾഡ് ആര്യ സമാജിന്റെ പ്രസിഡന്റാണ്, പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബീഹാറിലും ഗുജറാത്ത് കേന്ദ്രീകരിക്കുന്ന കമ്പനിയാണെന്ന് ആലോചിക്കണം. ഈ എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗുജറാത്തിലും ബീഹാറിലും വൻതോതിൽ പേപ്പർ ചോർത്തുകയും വലിയ ക്രമക്കേടുകൾ നടത്തുകയും ചെയ്തിട്ടും അയാളുടെ മകൻ ഈ സുരേഷ് ചന്ദ്ര ആര്യ എന്ന് പറയുന്ന സുരേഷ് ചന്ദ്ര ആര്യയാണ് ആ സ്ഥാപനത്തിന്റെ ഉടമ. അയാളാണ് ഈ ആര്യ സമാജത്തിന്റെ പ്രസിഡന്റ്. ഈ ആര്യ സമാജത്തിന്റെ RSSന്റെ പ്രസിഡന്റ് തന്നെയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അയാളുടെ മകനാണ് വിവേക് ആര്യ. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇത് ഈ കമ്പനി കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തതിന് ശേഷവും ഇയാൾ അമേരിക്കയിലേക്ക് മുങ്ങുകയും ഇയാൾ നിരന്തരം വീണ്ടും ഒരു കേസുമില്ലാതെ ഗുജറാത്ത് സന്ദർശിക്കുകയും അയാളുടെ കുടുംബം ഈ സുരേഷ് ചന്ദ്ര ആര്യ എന്ന് പറയുന്ന സംഘപരിവാർ ബന്ധമുള്ള ആര്യ സമാജത്തിന്റെ പ്രസിഡന്റ് ഈ സ്ഥാപനം കരിമ്പട്ടികയിൽപ്പെട്ട സ്ഥാപനത്തിന്റെ പേര് മാറ്റിയാണ് ഈ എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ, സൊല്യൂഷൻസ് എന്ന പേരിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. PA പ്രേംബാബു, അദം അയ്യൂബ്, TK സതീശൻ, പത്മകുമാർ, സാബു അലി, അബ്ദുള്ള മട്ടാഞ്ചേരി, രാജേശ്വരി, സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കബീർ ഷാ സ്വാഗതവും ഷാജി താനിക്കാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.